മലപ്പുറം താനൂർ ദേവദാർ പരിസരമാണ്. അവിടെയും സമരം ചെയ്തവർക്ക് ചില കഥകൾ പറയാനുണ്ടെന്ന്. വസ്ത്രമടക്കം കീറി മർദ്ദനത്തിൽ വസ്ത്രമടക്കം കീറി കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീകൾ ഇപ്പോൾ സോണലിനൊപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണൽ, മലപ്പുറത്തെ സമരം, ആ സമരം സമിതിക്കാരും ഇപ്പോൾ ആഹ്ലാദത്തിലായിരിക്കുമല്ലോ. എന്താണ് അവർ പറയുന്നത്? താനൂർ ദേവദാർ പരിസരത്തെ സമരക്കാർക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കാം. സ്മൃതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അന്ന് സ്ഥാപിച്ച കുറ്റി ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അന്ന് ഈ പ്രദേശത്ത്, ദേവദാർ പരിസര പ്രദേശത്തായിരുന്നു അന്ന് ഒരു സ്ത്രീയുടെ വസ്ത്രം ഉൾപ്പെടെ കീറി മേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത്. നമ്മളോട് കൂടെ ചേരുന്നിടത്ത അന്നത്തെ ഏറ്റവും വേദനപ്പെടുത്തുന്ന സംഭവമാണ്. ഇന്ന് അതൊക്കെ പാടെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. കേസുകളൊക്കെ പിൻവലിക്കാൻ പോവാണ്. എന്ത് തോന്നുന്നു? എന്താ പറയുക, നമ്മളെ വീട്ടിൽ ജോലി എടുക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു പറ്റം പോലീസുകാർ വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങോട്ടാ വരേണ്ട പോലീസുകാർ, നമുക്ക് ബാധിക്കൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് ഓടുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഓടിപ്പോയി. അപ്പം മൂത്തച്ഛനെ ഏട്ടനെ നമ്മളെ വീട്ടുമുറ്റത്തൊരു കുറ്റി തറക്കണേ, അത് തടുക്കാൻ വന്ന മൂത്തച്ഛനെ അവർ മർദ്ദിക്കണേ, ചവിട്ടണേ. ആ ചവിട്ട ആളെ പിടിക്കാൻ വേണ്ടി, ഏട്ടനെ പിടിക്കാൻ വേണ്ടി അഞ്ചൻ പോയപ്പോൾ അഞ്ചനെ അടിച്ചപ്പോൾ ഞാൻ ചോദിക്കണം ഇത് എന്തിനാണെന്ന്. അപ്പോൾ പോലീസുകാർ, നമ്മൾക്ക് വേദന വന്നാൽ അവർ കൈ വെക്കില്ല. അപ്പോൾ പോലീസുകാരെ മേത്ത് തടുത്തിന് പിടിച്ച് തൂക്കി കൊണ്ടുപോവുകയാണേ. ആ തൂക്കി കൊണ്ടുപോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വീട് എൻ്റെ ഭർത്താവിൻ്റെ വീട്, എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ എന്താ ഒരു ദിവസങ്ങൾ ഗുണ്ടാ വിളയാട്ടാണ് നടത്തുന്ന ഒരു പോലീസുകാർ കയറി വന്നുകാണ്ട് നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു അറിയിപ്പും ഇല്ലാതെ, നമുക്ക് എന്തെങ്കിലും അറിയിപ്പ് ഒരു തരണ്ടേ, ഒന്നും ഇല്ലാതെയാണ് അവർ ചെയ്യേണ്ടത്. അവൻ എൻ്റെ ഭർത്താവിൻ്റെ വീട് ഞാൻ കൈമ തൂങ്ങിയ പാട് എൻ്റെ മാക്സിയാണ് അവർ വലിച്ചു കയറിയത്. എന്നിട്ട് ഞാൻ പിന്നെ ആ ഷാളോട് മറിച്ചുകാണ്ടാണ് വീട്ടിൽ വന്ന് വേറെ മാക്സ് ഇട്ട് പോയിക്കാണ്ട് ഇറക്കുന്നല്ല പറഞ്ഞത്, പോലീസിൻ്റെ ജീപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞാൽ കല്ലെടുത്തപ്പോൾ എന്നോട് പറഞ്ഞാൽ പോലീസിൻ്റെ ഡ്രൈവർ ഇറങ്ങിയാണ്ട് എന്നാണ്ട്. അപ്പം എൻ്റെ ഭർത്താവ് ഉള്ളിൽ കൂടി പുറത്ത് ഇങ്ങനെ ചാടിക്കാണ്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ വിട്ടുകൊടുത്തില്ല. അപ്പോൾ എന്താ ഇതിനൊക്കെ എങ്ങനെയാ ഒരു നഷ്ടപരിഹാരം തരില്ലേ നമുക്ക്? അന്ന് നമ്മളെ എന്താ ഒരു ചെയ്തിട്ടുള്ളതെന്ന് ആശ്വാസമാണ്. അതൊക്കെ എടുത്ത് കളഞ്ഞാലും അതിനുള്ള നഷ്ടപരിഹാരം എന്ത് നമുക്ക് എന്ത് തരും? നമ്മളെ മാക്സ് ഒന്ന് പിടിച്ച് കീറിന് ഇവരെന്താ തരില്ല നമുക്ക്? നമ്മൾ എത്രമാത്രം വേദന ഒന്ന് സഹിച്ചിട്ടുണ്ട്. അന്ന് എത്ര പോലെ ഹോസ്പിറ്റലിൽ വരെ പോയി അഡ്മിറ്റ് ആയിട്ടുണ്ടല്ലോ ഞാൻ. അതിനൊക്കെ എന്ത് തരും വരും? അതാണ് സമരസമിതിക്കാർ, സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവർക്ക് അനുഭവിച്ച വേദന, അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.